എല്ലാ ബ്രസീൽ ആരാധകരും അതുപോലെ നെയ്മറിൻ്റെ ആരാധകരും കാത്തിരുന്ന വാർത്ത അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. തിങ്കളാഴ്ചയാണ് കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ വരുന്ന എല്ലാ ന്യൂസ് റിപ്പോർട്ടും, ഇതുവരെ വന്നിരുന്ന ന്യൂസ് റിപ്പോർട്ടുകളെല്ലാം പറഞ്ഞിരുന്ന നെയ്മറിന് ചാൻസ് ഇല്ല, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ. ഇന്നലെ മുതൽ വന്ന ന്യൂസുകൾ, ESPN റിപ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, UOL റിപ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, ഏതൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് നെയ്മർ 100% കോളപ്പിലുണ്ടാവുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ് ഫോർ ബ്രസീൽ ഫാൻസ് ആൻഡ് നെയ്മർ ഫാൻസ്. തികച്ചും ഇത്ര കാലിബറുള്ള ഒരു പ്ലെയർ ബ്രസീൽ ടീമിൻ്റെ 10ാം നമ്പർ ജേഴ്സിയിൽ ലോകകപ്പിന് ഇറങ്ങേണ്ടത് ബ്രസീലിൻ്റെ ആവശ്യം മാത്രമല്ല, ഒരു ബ്രസീലിലെ ജനതകളുടെ മുഴുവൻ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ താരെന്തായാലും കോളപ്പിലുണ്ടാവുമെന്നാണ് ഇപ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. UOL ഇപ്പോൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്യുന്നത്, ഓൾറെഡി സാൻഡോസിനെ വിവരം കിട്ടിക്കഴിഞ്ഞു നെയ്മറെ കോളപ്പ് ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ നെയ്മറെ വിടാനുള്ള സാങ്ഷൻസ് എല്ലാം ക്ലബിൽ നിന്ന് ഓൾറെഡി വാങ്ങാൻ ബ്രസീൽ അധികൃതർ തയ്യാറെടുത്തിരിക്കുന്നു എന്നൊക്കെ ന്യൂസാണ് UOL റിപ്പോർട്ട് ചെയ്യുന്നത്. ESPN പറയണത് കൺഫേം സോഴ്സാണ്, നെയ്മർ ഈസ് റിയലി എന്താ പറയുക എക്സ്പെക്റ്റഡ് ഫോർ ദ കോളപ്പ് എന്നാണ്. ഇതുവരെ അങ്ങനെ ഒരു മാധ്യമം പോലും പറഞ്ഞിട്ടില്ല. കാർലോ ആഞ്ചലോട്ടി സീരിയസ് ആയി നെയ്മറെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹമാണ് നമ്പർ 10 ജേഴ്സി ബ്രസീലിൽ അണിയാൻ ഏറ്റവും യോഗ്യൻ ഇപ്പം ഈ തലമുറയിൽ. വേറെ ആർക്കും അതുപോലെ പ്ലേ മേക്കിംഗ് സ്കില്ലോ കാലിബറോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബ്രസീലിൻ്റെ മത്സരങ്ങളെല്ലാം കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ വേറെ ആർക്കും 10ാം നമ്പർ കൊടുത്താലും 7 പിടിക്കാൻ കിട്ടില്ല നെയ്മറിനെ. കാരണം പുള്ളിയുടെ ഒരു ടെക്നിക്കും പുള്ളിയുടെ ഒരു സ്കില്ലും അതൊരു ജിന്നാണ് മക്കളെ. അത് ഈ ലോകകപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു ന്യൂസാണ്. ഇപ്പോൾ പ്രധാന മാധ്യമങ്ങൾ, ബ്രസീലിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളും പറയുന്നു നെയ്മർ ഷുഡ് ബി ദെയർ ഇൻ ദ വേൾഡ് കപ്പ്. വേറൊരു കാര്യം, നെയ്മർ വരുമ്പോൾ ഒരാൾക്ക് സ്പോട്ട് നഷ്ടപ്പെടും. അതിപ്പോൾ സാധ്യത പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ചെൽസിയുടെ പ്ലെയർ പോകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കറിയില്ല, പുള്ളി ഭയങ്കര ഫോമിലാണ്, ജാവോ പെഡ്രോ. പക്ഷെ പുള്ളിയെ പുറത്തിരുത്താനാണ് സാധ്യത നെയ്മർ വരുന്നതോടുകൂടി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എനിവേ, നെയ്മറിൻ്റെ ഒപ്പം മാച്ചപ്പ് ചെയ്യാൻ വേറൊരു പ്ലെയർ ഇല്ല. സോ നെയ്മർ ഷുഡ് ബി കോൾ ഇൻ ദ കോളപ്പ്. ആഞ്ചലോട്ടി, യു ഷുഡ് ബി കോൾ നെയ്മർ. അത്ര ആരാധകരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നമുക്ക് മൺഡേ അറിയാൻ പറ്റും, കൺഫർമേഷൻ മൺഡേ കിട്ടും നെയ്മർ സ്ക്വാഡിലുണ്ടാവുമോ ഇല്ലയോ എന്ന്.